ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേരളത്തിൽ തന്നെ പ്രശസ്തമായ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലാണ്. നമുക്കെങ്കിൽ ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു അമ്പലക്കുളമുണ്ട്. ആ അമ്പലക്കുളത്തിൽ പോയി കാലും കൈയും കഴുകിയതിന് ശേഷം മാത്രമാണ് അമ്പലത്തിൽ പ്രവേശിക്കേണ്ടത്. അങ്ങനെ ഞാനും ആ രീതി പിന്തുടരുകയാണ്. നേരെ പോയി കാലും കൈയും കഴുകിയതിന് ശേഷം തിരികെ അമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിലെത്തി. കവാടം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാന ക്ഷേത്രമാണ്. അവിടെ തൊഴുതതിന് ശേഷം പിന്നീട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. കാരണം ഈ ക്ഷേത്രം മാത്രമല്ല ഉള്ളത്, ചെറിയ ചെറിയ വേറെയും പല ക്ഷേത്രങ്ങളിലുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ അന്തരീക്ഷം തന്നെയാണ്. വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കുറേ ഫോട്ടോ ഫ്രെയിംസ് നമുക്ക് കാണാം. ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും ഉള്ള അവിടുത്തെ മണ്ണാറശാല അമ്മമാരുടെ ഫോട്ടോയാണ് ഇതിൽ കാണുന്നത്. അതും കണ്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. അടുത്തതായി ഞാൻ പോകുന്നത് ക്ഷേത്രത്തിലെ പ്രധാന സ്ഥലമായ ഇവിടുത്തെ മൂലസ്ഥാനം എന്ന് പറയാൻ പറ്റുന്ന അറയിലേക്കാണ്. അവിടെയാണ് മണ്ണാറശാലയിലെ അമ്മ ദർശനവും നൽകുന്നത്. ഈ മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ നിലവറ. ഇവിടെയും മണ്ണാറശാല അമ്മമാരുടെ ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തൊഴുതിട്ട് തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങുമ്പോഴും എൻ്റെ വലതുവശത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. നേരെ നോക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങോട്ട് ലക്ഷ്യം വെച്ച് ഞാൻ നടക്കുകയാണ്.
അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കാലും കൈയും കഴുകിയ കുളം നമുക്ക് കാണാൻ പറ്റും. ആ അങ്ങ് ദൂരെ കാണുന്ന സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ ആദ്യം കാലും കൈയും ഒക്കെ കഴുകി അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചത്. നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം, നമ്മൾ നടക്കുന്ന സ്ഥലത്തിൻ്റെ ഇരുവശത്തും നിറയെ മരങ്ങളും വള്ളികളുമാണ്. ഒരു കാട്ടിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന അനുഭൂതിയാണ് എനിക്കിവിടെ കൂടെ നടക്കുമ്പോൾ തോന്നുന്നത്. അങ്ങനെ ഞാൻ അവസാനത്തെ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ തൊഴുതിന് ശേഷം നോക്കുമ്പോൾ നമുക്ക് മണ്ണാറശാലയിലെ പ്രശസ്തമായ ആമക്കുളം കാണാൻ സാധിക്കും. പേര് പോലെ തന്നെ ആ കുളത്തിൽ നിറയെ ആമകളാണുള്ളത്. അതുകൊണ്ടാണ് അതിന് ആമക്കുളം എന്ന പേര് വന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കും കാണാൻ പറ്റും കുളത്തിൽ കിടക്കുന്ന ആമകളെ. അങ്ങനെ ദർശനം കഴിഞ്ഞ് ഞാൻ തിരികെ നടക്കുകയാണ്. നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു നടക്കേണ്ടത്. അങ്ങനെ നടക്കുമ്പോൾ നിരവധി ഭക്തജനങ്ങൾ തൊഴാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. വൃശ്ചിക മാസമായതുകൊണ്ടായിരിക്കും തന്നെ നിറയെ അയ്യപ്പ ഭക്തന്മാരും ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ഞാൻ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം ക്ഷേത്രത്തിലേക്ക് കയറിയ ആ കവാടം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. എൻ്റെ അഭിപ്രായത്തിൽ ഈ ക്ഷേത്രത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്തവർ ഉറപ്പായും വരണം എന്നാണ്. അത്രയ്ക്ക്